നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുന്നതുത്തമം. ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നിങ്ങു സർവദാ, അധർമ്മവും ജയിക്കുന്നില്ല, അസത്യവും ഒരിക്കലും. നെല്ലിനു നീരുവിട്ടീടിൽ പുല്ലിനും പോയിടുന്നത്, കല്ലിലത്രേ ജലം നെല്ലിൽ ചെല്ലും വഴി ചെറുക്കുകിൽ. പേരും പ്രതിഭയും നല്ലോരാരുമേ കൈവിടില്ലത്, നേരറ്റ കൃപണർക്കൊട്ടും ചേരാ നേരേ വിപര്യം. ഒന്നുണ്ടു നേരു നേരല്ലിതൊന്നും മർത്യർക്കു, സത്യവും ധർമ്മവും വേണമായുസ് നിൽക്കുകില്ലാർക്കും ഓർക്കുക. ദത്താപഹാരം വംശ്യർക്കുമത്തലേകിടുമെന്നതു വ്യർത്ഥമല്ല പുരാഗീരിതത്രയും സത്യമോർക്കുക. കൊടുത്തതു തിരിച്ചങ്ങോട്ട് എടുക്കുന്നവൻ എത്രയും നിസ്വനാം, അവനേക്കാളും നിസ്വനില്ലാരുമൊഴിയിൽ. ഗുരുസ്മരണ. തെറ്റായ വശങ്ങൾ അവഗണിക്കുകയും നല്ലതിനെ പുകഴ്ത്തുകയും ചെയ്യുക എന്നതാണ് ദൈവം എന്ന പദത്തിൻ്റെ അർത്ഥം. അർത്ഥമറിഞ്ഞുള്ള അനുകമ്പ, സഹജീവികളോടുള്ള ഹൃദയം പങ്കുവയ്ക്കൽ, നേടിയതെല്ലാം പ്രയോജനരഹിതമെങ്കിൽ, അധിക പ്രയത്നവും സ്നേഹവും ആർക്കും ഉപയോഗപ്പെടാത്തവയെങ്കിൽ അവ കൊണ്ട് എന്ത് പ്രയോജനം? എല്ലാവരിലും നന്മയും തിന്മയും ഉണ്ട്. അറിഞ്ഞത് അറിയിക്കേണ്ടുന്ന സമയത്ത് പരസ്പരം പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ ഭേദചിന്തയില്ലാത്തവരുടെ സ്നേഹ സമൂഹമാക്കി മാറ്റാൻ നമുക്ക് കഴിയും, മഹാഗുരു എന്ന പിൻബലത്താൽ മാത്രം. ഗുരുദർശനം നെഞ്ചേറ്റുന്ന ഒരു സമൂഹം ഈ ദൗത്യം ഏറ്റെടുക്കണം. ദൈവദർശനത്തെ പലതായി കണ്ട് നാം പല വഴിക്ക് തിരിയുമ്പോൾ ഒരു കൂട്ടർ ഈ വക ചിന്തകളിൽ സമാനതകൾ കണ്ടെത്തുമ്പോൾ നാം എല്ലാം ആ വഴിയിലൂടെ സഞ്ചരിക്കണം. ആ വഴിയിൽ മഹാഗുരു കാരുണ്യം ചുരിഞ്ഞു നിൽക്കുകയായി. ഒരുവൻ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ എന്നും നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടായിരിക്കട്ടെ. അവ മറക്കുന്നത് നന്നല്ല. നല്ലതല്ലാത്തത് ഉണ്ടെങ്കിൽ നമുക്കത് അപ്പോൾ തന്നെ മറന്നിടാം. അതുതാൻ ഉത്തമം. എവിടെ ഒത്തൊരുമയും സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടോ അവിടെ ശാന്തിയും സമാധാനവും വിളയാടും. ഓം സമ്പൂർണ്ണ ചൈതന്യായ നമഃ.